പൂക്കണി ഒരുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ? ആദ്യം തന്നെ ഒരു പലക വെച്ചു. എന്നിട്ട് അതിന്റെ മുകളിലായിട്ടാണ് കേട്ടോ കൃഷ്ണവിഗ്രഹം വെക്കുന്നത്. എന്നിട്ട് ആ ഓടക്കുഴൽ അങ്ങോട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് മുല്ലപ്പൂവും തുളസിയും വെച്ച് ഞാൻ കെട്ടിയ മാലയാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു ഉരുളി വെച്ചിട്ട് അതിനുള്ളിൽ കുറച്ച് അരി ഇട്ടിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കണിക്കൊന്ന വെച്ചു. എന്നിട്ട് കണിവെള്ളരി വെച്ചു. അതിന് സൈഡിലായിട്ട് ഒരു മത്തങ്ങ വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയ ചക്ക വെച്ചിട്ടുണ്ട്. പിന്നെ പഴം വെച്ചു. എന്നിട്ട് ഒരു തക്കാളി വെച്ചു. പിന്നെ മാങ്ങയുടെ ഒരു കൊല അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഓറഞ്ച് വെച്ചു. പിന്നെ കുറച്ച് ആപ്പിൾ വെച്ചു. പിന്നെ നല്ല കശുമാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് രണ്ടെണ്ണം വെച്ചു. പിന്നെ ഒരു കൊല മുന്തിരി വെച്ചു. പിന്നെ അതിന്റെ തന്നെ പച്ചമുന്തിരിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചു. എന്നിട്ട് ലാസ്റ്റ് കണിക്കൊന്ന വെച്ചു കേട്ടോ. നല്ല ഫ്രഷാണ്, നമ്മുടെ അവിടെ ഉണ്ടായതാണ്. എന്നിട്ട് ഒരു വാൽക്കണ്ണാടി വെച്ചു കൊടുത്തു. അതിനുശേഷം ഒരു തളികയില് കോടിമുണ്ടും ഗോൾഡും കോയിൻസും അടയ്ക്ക, വിറ്റില, നാളികേരം അതൊക്കെ വെക്കും കേട്ടോ. എന്നിട്ട് ഒരു കിണ്ടിയിൽ നിറയെ വെള്ളം, അതില് തുളസി ഇടും. പിന്നെ വിളക്ക് വെച്ചു. വിളക്കിലേക്ക് എണ്ണ ഒഴിച്ചു. കത്തിക്കാനുള്ള തിരി അതിന്റെ താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തലേ ദിവസത്തെ പണികളൊക്കെ ഇത്രയാണ്. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ അമ്മ നേരത്തെ എണീറ്റിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കണി കാണാനായിട്ട്